അവിടെ ബില്ലടി കിട്ടാൻ പറയാം, ഇവിടെ കൊടുക്കാൻ പറയാല്ലെങ്കിൽ എന്താ പള്ളി ഇവിടെ ഒരാളെ ഉള്ളു, അതാ സംഭവം. ആഹാ സാധനമൊക്കെ കഴിഞ്ഞല്ലോ. കഴിഞ്ഞോ? മൊത്തം കഴിഞ്ഞാ? അപ്പോൾ സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ നെറ്റിക്കിലൊരു വാർത്ത പറയാം. ചിലപ്പോൾ നിങ്ങൾ നെറ്റാൻ ചാൻസ് ഉണ്ടാവുമെന്ന് അറിയില്ല. എന്നിരുന്നാലും കേരളത്തിലെ ഡ്രൈ ഡേയാണ് 7-ാം തീയതി വൈകുന്നേരം തൊട്ടിട്ട് 9-ാം തീയതി വൈകിട്ട് വരെ കേരളത്തിൽ പൂർണ്ണമായും മദ്യം ഉണ്ടാവില്ല. മദ്യം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ബീവറേജ് ഔട്ട്ലെറ്റുകളൊന്നും തുറക്കില്ല. അപ്പോൾ ഇതാണ് ഞെട്ടിക്കുന്ന വാർത്ത. അപ്പോൾ ഇപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാം, അതിലെ പരിപാടി ഞാൻ കാണിച്ചു തരും ചെയ്യാം. ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ. അപ്പോൾ റോഡിൽ ഓരോ സൈൻ ബോർഡുകൾ ഉണ്ടാവും. അപ്പോൾ സൈൻ ബോർഡുകൾക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ വാഹനം ഓടിക്കുക. നിങ്ങളുടെ സേഫ്റ്റി, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ സന്തോഷങ്ങൾ, നിങ്ങളുടെ ബന്ധങ്ങളൊക്കെ സന്തോഷകരമാക്കി പോകണമെങ്കിൽ നിങ്ങൾ റോഡിലുള്ള സൈൻ ബോർഡുകൾ ഫോളോ ചെയ്തിട്ട് വേണം നിങ്ങൾ വാഹനം ഓടിക്കാൻ. അപകടങ്ങൾ ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന് പരിഹാരമായിട്ട് നമ്മൾ തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത്. ഒരിക്കലും ആരും രക്ഷിക്കാൻ പറ്റില്ല. നമ്മളെ തന്നെ രക്ഷിക്കാനാണ് ഈ ദൈവം തമ്പുരാൻ ഇവിടെ ഭൂമിക്ക് അയച്ചിട്ടുള്ളത്. അപ്പോൾ ദൈവം വന്നിട്ട് നമ്മളെ രക്ഷിക്കും, അല്ലെങ്കിൽ മറ്റൊരാൾ വന്ന് നമ്മളെ രക്ഷിക്കും എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. നമ്മളെ രക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പരമാവധി നിങ്ങൾ റോഡിൻ്റെ സൈൻ ബോർഡുകളൊക്കെ പിന്നെ ഫോളോ ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ വാഹനം ഓടിക്കാൻ പരമാവധി ശ്രമിക്കുക. അപ്പോൾ ഞെട്ടിക്കുന്ന വാർത്ത പറഞ്ഞു. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ പിന്നെ രാഷ്ട്രീയത്തിൻ്റെ ഒരു തരംഗമാണ്, രാഷ്ട്രീയ ചൂടിൻ്റെ ഒരു തരംഗമാണ്. പാലക്കാടിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് ഉള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ പിന്നെ പരമാവധി ഈ പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയം കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിൽ വർഗീയതയും മതവും ഒക്കെപ്പാടെ ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കണമെന്ന് പറയുമ്പോൾ ആരാണ് വെച്ച് കഴിഞ്ഞാൽ ഈ വാർത്താ മാധ്യമങ്ങൾ തന്നെയാണ്, അല്ലാതെ വേറെ ആരും അല്ല കേട്ടോ. കാരണം അവര് ഓരോ ഓരോ രീതിയിൽ വളച്ചൊടിച്ചിട്ട് അവരിങ്ങനെ പിന്നെ മറ്റുള്ള ആൾക്കാരിലേക്ക് ഇങ്ങനെ വർഗീയതായിട്ടും അതേപോലെ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കുക എന്ന് പറയില്ലേ, അതേ രീതിയിലുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ശരിക്കും നമ്മുടെ കേരളത്തിലെ ഓരോ ആൾക്കാരും. വാർത്താ ചാനലുകാർ മൊത്തം എന്ന് ഞാൻ പറയില്ല, നല്ല മനുഷ്യന്മാരും ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും പിന്നെ കൂടുതലും ആ രീതിയിലേക്കുള്ളൊരു പിന്നെ കടന്നുകയറ്റം എന്നും കൂടിയും പറയാം. അപ്പോൾ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി ഒരു വോട്ട് ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ഏതെങ്കിലും രീതിയിൽ വാർത്താ ചാനലുകാരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഈ പുതിയ മരുമകള് വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ സ്വർണം എത്ര ഉണ്ട്, അല്ലെങ്കിൽ അവിടെ എത്ര ഉണ്ട്, ഇവിടെ എത്ര ഉണ്ട്, അങ്ങനെയുള്ള ഈ കൊണഷ്ടിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അങ്ങോട്ടുള്ള ഉത്സാഹം മൊത്തം കളിയാണ്. അപ്പോൾ അതാണ് ശരിക്കും ഇപ്പോൾ ഈ വാർത്താ ചാനലുകാർ ചെയ്യുന്ന പരിപാടി. ഇപ്പോൾ ഷാഫി പറമ്പിലായാലും രമേശ് പിഷാരടി ആയാലും പിന്നെ നമ്മുടെ MLA ശംസുദ്ദീനായാലും മൻസൂർ കോൽക്കളത്തിലോ അങ്ങനെ എന്തൊക്കെ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് നമുക്കറിയൊന്നുമില്ലല്ലോ. ഒക്കെ പുതിയ ആൾക്കാരാണ്. മണ്ണാർക്കാട് വന്നിട്ടുള്ളത് പുതിയ ഒരാളാണ്. എനിക്ക് കൂടുതൽ അറിയില്ല. ഒന്നാമത്തെ കാര്യം പറയാം, രാഷ്ട്രീയത്തെ കുറിച്ചിട്ട് നമുക്ക് ഒരു തേങ്ങാക്കോളി അറിയില്ല, അല്ലാതെ തുറന്നു പറയാം.
അപ്പോൾ ഇവര് പുതിയ വാഗ്ദാനങ്ങൾ നമുക്ക് ഇങ്ങനെ ഓരോന്ന് നിറവേറ്റിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഞാൻ വേറെന്ന് പറയാം, ഇനിയിപ്പോൾ UDFന്റെ ഒരു തരംഗമാണ്. UDFന്റെ തരംഗം നമ്മളിപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അടുത്ത 4-ാം തീയതി, അടുത്ത മാസം 4-ാം തീയതി നമ്മൾ തീർച്ചയായിട്ടും അത് അറിയും. അപ്പോൾ ഇവർ എന്താണ് കൊണ്ടുവരിക വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമുക്ക് അത് വാഗ്ദാനമല്ല, ശരിക്കും അത് UDFന്റെ ഒരു ഉറപ്പാണ് എന്നാണ് പറയുന്നത്. പിന്നെ KSRTC ബസ്സിൽ പിന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകും എന്നാണ് പിന്നെ VD സതീശനും അതേപോലെ തന്നെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കാൻഡിഡേറ്റുള്ള ആൾക്കാരൊക്കെ നമുക്ക് തന്നൊരു വാഗ്ദാനം കൂടി. അത് അവർ നടപ്പിലാക്കുമെന്നാണ് അവർ നമ്മുടെ അടുത്ത് വാർത്താ ചാനലിൽ എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ LDF പിണറായി വിജയനും ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട് 2000 എന്നുള്ള ക്ഷേമ പെൻഷൻ പൈസയൊക്കെ അവർ 3000 രൂപയാക്കിയിട്ട് ജനങ്ങൾക്ക് കൊടുക്കും എന്നാണ് പറയണത് പിണറായി വിജയൻ സർക്കാർ. പക്ഷെ വേറൊന്ന് പറയട്ടെ, ഇതിലിപ്പോൾ ഏതാണ് നമ്മൾ വിശ്വസിക്കുക? കാരണം ഇവര് LDFന്റെ ഈ വാഗ്ദാനങ്ങളിലൊന്നും നമ്മൾ ഇന്നവരെ വീണിട്ടുണ്ടാവും. പക്ഷെ അത് ഒന്നാമത് വിശ്വാസം നമ്മളിൽ അടിച്ചേൽപ്പിച്ചിട്ട് അവർ ഓരോ രീതിയിൽ നമ്മൾക്ക് വാഗ്ദാനങ്ങൾ തന്നിട്ട് പിന്നെ ഓരോ രീതിയിൽ നമ്മുടെ എന്താ പറയുക കപടമായിട്ട് കളിപ്പിക്കുകയാണ്. അതിലൊന്നും വലിയ ഒരു പിന്നെ വിശ്വാസ്യത ഇപ്പം ഇല്ല. ജനങ്ങൾക്ക് മടുത്തു എന്നാണ് പറഞ്ഞത്. കാരണം ഏതൊരു വ്യക്തിയോട് ചോദിച്ചാലും പിണറായി സർക്കാർ ഈ കേരളത്തിൽ ഇനി തുടർ ഭരണം വന്നാൽ എന്താവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലവർ പറയുന്നുണ്ട് ഭരണം വന്നു കഴിഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ കൂടുതൽ ചില ആൾക്കാർ പറയും ഇനി കേരളത്തിൽ കക്കാനായിട്ടൊന്നുമില്ല എന്നാണ് പറയുന്നത്. എല്ലാതും മുടിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് നമ്മൾ പറയുന്നതല്ല, വാർത്തകളിലൂടെ ഓരോ ആൾക്കാർ പറയുന്നതാണ്. അത് വെറുത്തു വരും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പാർട്ടി കേരളത്തിൽ ഇന്ത്യയിൽ ഉണ്ടാവുമോ എന്നറിയില്ല. എന്തോ നമുക്ക് വലിയ പിടുത്തല്ല. അപ്പോൾ പിന്നെ BJPയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ BJPനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയണ്ടത് നമുക്ക്. പ്രത്യേകിച്ച് BJP സർക്കാർ പറഞ്ഞത്, മോദി പറയുന്നത് സ്ത്രീകൾക്ക് ഞങ്ങൾ സുരക്ഷ നൽകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കൂടുതലും സ്ത്രീകൾക്ക് സുരക്ഷയുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ സ്ത്രീകൾ കുറേ എന്താ പറയുക അനാവശ്യമായിട്ടുള്ള നിയമങ്ങൾ അവർ തന്നെ ഉണ്ടാക്കുകയാണ്. അവരുടേതായ തെമ്മാടിത്തരങ്ങൾ അവർ ചെയ്തിട്ട് മറ്റൊരാളുടെ തലയിൽ പെട്ടെന്ന് അവർ കെട്ടിവെച്ചിട്ട് അത് പിന്നെ അവർ തന്നെ വലിയൊരു സംഭവമാക്കിയിട്ട് മാറ്റി അവർ മൊത്തത്തിൽ അങ്ങനെയൊക്കെ രീതിയിൽ എടുക്കുകയാണ്. ശരിക്കും സ്ത്രീകൾക്ക് നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ സുരക്ഷ ഉള്ളത് കേരളത്തിൽ തന്നെയാണ്. ഇനിയിപ്പോൾ ഈ മോദി സർക്കാർ വന്നിട്ട് സ്ത്രീ സുരക്ഷ പുതിയതായിട്ട് ഉണ്ടാക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഓരോ വീഡിയോയിലൊക്കെ കാണാറുണ്ട്, ബീഹാറിലും അതേപോലെ പിന്നെ യോഗി ഭരിക്കുന്ന സ്ഥലത്തും ഗുജറാത്തിലും അവിടെ ഇവിടെയും. ഇനിയിപ്പോൾ നമുക്ക് പേരറിയാൻ പാടില്ലാത്ത ഓരോ സ്ഥലങ്ങളിൽ, മോദിയുടെ സ്ഥലങ്ങളിൽ തന്നെ നമ്മൾ കാണാറുണ്ട് ബലാത്സംഗം ചെയ്തിട്ട് അവിടെ പിന്നെ നമ്മൾ പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പ്രത്യേകിച്ച് ഇങ്ങനെ ഓരോ രീതിയിൽ എടുത്തു പറയേണ്ട ഒരു ആവശ്യം ഇല്ല എന്നാണ് എൻ്റെ ഒരു കണക്ക്. പിന്നെ എന്നാലും നമ്മളത് പറയേണ്ടി വരും എന്ന് തോന്നുകയാണ്. കാരണം ഇവിടെ വന്നിട്ട് ഇപ്പോൾ മോദി അതേപോലെ എന്താ പറയുക BJPയുടെ ഓരോ വ്യക്തികളും, ഇപ്പോൾ ഞാൻ നൊട്ടമല എത്ര നേരം നിൽക്കുകയായിരുന്നു അവിടെ UDFന്റെ ഒരു പിന്നെ എന്താ പറയുക ഈ വാഗ്ദാനങ്ങൾ ഓരോ രീതിയിൽ അവർ ഇനിയിപ്പോൾ തുടർ ഭരണം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്തൊക്കെയാണ് അവർ ചെയ്യാനുള്ളത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ പിന്നാലെ പോലീസ് വണ്ടി പിന്നെ വേറെ ആരൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ അവിടെ ഒരു ബോർഡ് കണ്ടു, ഒരു കാൻഡിഡേറ്റിൻ്റെ ബോർഡാണ് അത്. ഒരു കുന്നിൻ്റെ മുകളിൽ അവർ വെച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു എന്താ പറയുക ഒരു ചിരി വരും. കാരണം ഇവർ പിന്നെ കുന്നിൻ്റെ മുകളിലൊക്കെ കൊണ്ടുവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ അത്രയും എന്താ പറയുക ആ ഒരു പാർട്ടി ആണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയാണെങ്കിലും അവർക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും ശരിക്കും ഞങ്ങൾ ഇവിടെ അവിടെ തൊട്ടന്നെ ഒരു MLA സംസദിൻ്റെ ഒരു വലിയൊരു ഫ്ലെക്സ് ബോർഡും പിന്നെ താഴെ വലിയൊരു പിന്നെ ഫ്ലെക്സ് ബോർഡും ഒക്കെ ഉണ്ട് ഈ LDFന്റെ. പക്ഷെ അവർ ഈ BJPയുടെ ഒരാളുടെ ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു ഫ്ലെക്സ് ബോർഡ് ഒരു കുന്നിൻ്റെ ഒരു കാടിൻ്റെ മുക്കിൽ അല്ലെങ്കിൽ ഒരു മൂലയ്ക്ക് കൊണ്ടുവയ്ക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ അവർ മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഇവർക്ക് കയറി ചെല്ലാൻ ചിലപ്പോൾ വലിയ മടി ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എൻ്റെ ഒരു കൺസെപ്റ്റ്. കാരണം ഏതൊരാൾക്കും ഒരു ജാളിത ഉണ്ടാവുമല്ലോ. അപ്പോൾ
നമ്മളിപ്പോൾ BJP നരേന്ദ്രമോദി ഇവിടെ കേരളത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിൽ വന്നിട്ട് അവർ ഓരോ പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് കേരളത്തിലെ ജനങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ ബുദ്ധി ഇല്ലാത്തവരല്ല, നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണ്. കേരളത്തിലെ ഉള്ള ജനങ്ങളെ ബുദ്ധിയോ അല്ലെങ്കിൽ നമ്മളെ സ്വഭാവ ദൂഷ്യത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ സുരക്ഷകളെ കുറിച്ചിട്ടോ നമ്മൾ മറ്റുള്ള ഒരു ആൾ വന്നിട്ട് നമുക്കിപ്പോൾ പറഞ്ഞു തന്ന് എന്താ പറയുക ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ല. ശരിക്കും ഇവിടുത്തെ ഗവൺമെന്റിന് തന്നെ അറിയാം. പക്ഷേ ഈ ഗവൺമെന്റ് ഇത്രയും മോശമായത് കൊണ്ടാണ്. ഇപ്പോൾ 2 ദിവസം മുന്നേ നമ്മൾ കേട്ടു പോലീസുകാർ തമ്മിലടിച്ചു എന്നുള്ളതൊക്കെ ഇതിന് മുന്നേ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നിരുന്നാലും അതൊക്കെ ഉണ്ടാവും. അത് ഏതൊരു മേഖലയാണെങ്കിലും, അത് ഒരു ബന്ധങ്ങളിൽ പോലും ഒരു ഭാര്യ ഭർത്താവോ അല്ലെങ്കിൽ കാമുകനും കാമുകിയും അവിഹിതത്തിൽ പോലും ബന്ധങ്ങളിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് സ്വാഭാവികമാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് അവിടെ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യും, ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും വിശ്വസിക്കില്ല. കാരണം നമ്മളിപ്പോൾ ഓരോ ദിവസങ്ങളിലും ഓരോ വാർത്തകൾ നമ്മളിപ്പോൾ വാർത്താക്കാരെന്തായാലും നമുക്കത് തരില്ല. കാരണം ഇപ്പോൾ കൂടുതലും വാർത്തകളിൽ കാണുന്നത് എന്താ പറയുക ഈ നമ്മുടെ ഈ രാഷ്ട്രീയത്തെ കുറിച്ചിട്ടാണ്. കേരളത്തിൽ എത്ര രാഷ്ട്രീയ പാർട്ടികളുണ്ടോ ആ രാഷ്ട്രീയ പാർട്ടികളെ കൂടെയാണ് ഈ വാർത്താ ചാനലുകാർ. അപ്പോൾ നമുക്ക് പുറത്തു നിന്നുള്ള കാഴ്ചകൾ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ഈ വാർത്തകൾ, അതായത് മോശമായിട്ടുള്ള വാർത്തകളൊന്നും നമുക്ക് ഒരിക്കലും എന്താ പറയാ നമുക്ക് അത് കാണാൻ പറ്റില്ല. കാരണം അവര് ഇതിന്റെ ഇടയ്ക്കിടെ ഇങ്ങനെ തപ്പിപ്പിടിച്ച് അല്ലെങ്കിൽ മറച്ച് ചെയ്യുമ്പോ കാണിച്ചു തരുമ്പോ നമ്മളത് കാണാൻ ശ്രമിക്കില്ല. നമ്മളെന്താണ് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നമ്മള് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള കാഴ്ചകളും കാര്യങ്ങളും മാത്രമാണ് അറിയാൻ ശ്രമിക്കുന്നത്. അത് നമ്മളെ അങ്ങനെ എന്താ പറയാ അവര് തന്നെ നമ്മുടെ മുന്നിൽ ഇരുത്തണത് എൻഗേജ്മെന്റ് ചെയ്യിപ്പിക്കുകയാണ്. നമുക്കിപ്പോ വേറൊരു വാർത്ത കാണണം എന്ന് കരുതിയാല് അതിനേക്കാളും മോശമായിട്ടുള്ള വാർത്തയാകും. പ്രത്യേകിച്ച് നമ്മളൊക്കെ കൂടുതലും എന്താ പറയാ മൊബൈൽ ഫോണിലാണ് ഇപ്പോൾ ഏതൊരു കാര്യങ്ങളും കാഴ്ചകളും ഭംഗിയില്ലതും ഭംഗിയില്ലാത്തതും ഒക്കെ നമ്മൾ കണ്ടോണ്ടേ ഇരിക്കണേ. അപ്പോ അതിന്റെ ഒരു അൽഗോരിതം എന്ന് പറയുമ്പോൾ എത്രത്തോളം നമ്മൾ നെഗറ്റീവ് കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കും ആ അൽഗോരിതം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ആ വീഡിയോസോ ഇല്ലെങ്കിൽ ഫോട്ടോസോ മാത്രമാണ് നമ്മുടെ മുന്നിലേക്ക് അത് ഇട്ടു തരിക. അതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയുക നെഗറ്റീവായിട്ടുള്ള ഒരു പോയിന്റ്. കൂടുതലും നമ്മൾ നെഗറ്റീവിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളം വെളിച്ചത്താണോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. കേരളത്തിലെ ജനങ്ങൾ മൊത്തം ഇരുട്ടിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇരുട്ടിലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെയാണ് ആക്കണത്. ഞാൻ ഇപ്പോൾ വലിയ പാഠം പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ ഞാൻ വലിയ ക്ലാസ് എടുക്കുകയല്ല മൊത്തത്തില്. അപ്പോൾ ഞാനിപ്പോ ആദ്യം കരുതി ഈ BJP ഇപ്പൊ ഇത്രയും കാലം നമ്മളിപ്പോ LDF ഭരിച്ചു, അതിനു മുന്നേ ഏകദേശം കുറച്ചു കാലം UDF ഭരിച്ചു, ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചു. ഇപ്പോ പുതിയ പുതിയ വാഗ്ദാനങ്ങള് BJPയിലുള്ള ആൾക്കാര് എന്താ പറയാ പൊട്ടന്മാരാണ് എന്നാ പറയുന്നത്. ഇത്രയും ബുദ്ധി ഇല്ലാത്ത ആൾക്കാരെയാണ് BJPയിൽ കിട്ടുന്നത്. കാരണം സർക്കാർ സ്കൂളിലൊക്കെ ഇവർ ഇംഗ്ലീഷ് മീഡിയം കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞപ്പോ അത് ശരിക്കും പറയുകയാണെങ്കിൽ എന്താണ് ഇതിന്റെയൊക്കെ ഒരു ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോ BJP വരണ്ട എന്നല്ല പറഞ്ഞത്. പക്ഷെ എന്നിരുന്നാലും ഇവര് തരുന്ന ഒരു വാഗ്ദാനം തന്നതായിരിക്കില്ല ഇവര് നടപ്പിലാക്കുക. അപ്പൊ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവിടെ ഏത് രീതിയിലാണ് അവര് ജീവിക്കണെന്നുള്ളത്. കാരണം അവിടുത്തെ കുട്ടികൾക്ക് എന്ത് വിദ്യാഭ്യാസമാണുള്ളത് എന്ന് നമ്മളിപ്പോ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. അവിടെ വിദ്യാഭ്യാസം എന്നുള്ളത് തൊട്ട് തീണ്ടിയിട്ടില്ല. എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് BJP സർക്കാരിന്റെ ആളുകള് ഇവിടെ അത് ചെയ്യും ഇത് ചെയ്യും. ഇപ്പൊ സുരേഷ് ഗോപി തന്നെ ഒരിക്കൽ പറയണ്ടായി, ഒരിക്കലല്ല 2-3-4 ദിവസം മുന്നേ തോന്നുന്നുണ്ട്, തമിഴ്നാട് സർക്കാർ എല്ലാ കാര്യങ്ങളും നല്ലത് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. അത് എന്ത് വന്നാലും അവിടുത്തെ തമിഴ്നാട് സർക്കാർ അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അത് ചെയ്തു കൊടുക്കും എന്നാണ് പറഞ്ഞത്.
പക്ഷെ കേരളത്തിന് അങ്ങനെ ഒരു പിന്നെ കാര്യം കിട്ടണമെങ്കിൽ ഇവിടെ ഒരു ആള് വേണം, ഒരു MLA വേണം, അല്ലെങ്കിൽ ഒരു MP വേണം, അല്ലെങ്കിൽ ഒരു ആള് ഇവിടെ തീർച്ചയായിട്ടും ഉണ്ടാവണം എന്നാ പറഞ്ഞത്. അത് എന്തിനാന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. മൂപ്പര് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ സുരേഷ് ഗോപി എനിക്ക് നല്ലൊരു ഇഷ്ടമുള്ള നടനായിരുന്നു. പക്ഷെ ഈ BJP-യിൽ വന്നതോടുകൂടി ശരിക്കും പറഞ്ഞാൽ താനി ചാണകമായി, ഒന്നും ഉണ്ടായിട്ട് പറയില്ല. കാരണം മൂപ്പര് ഒരാളിന്റെ ഇടയിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു മനസ്സ് അയാൾക്കില്ല. കാരണം ഒരാൾ തൊടാൻ പാടില്ല. പപ്പടം തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പൊട്ടിച്ചിട്ട് വേണം അത് അയാൾക്ക് കഴിക്കാൻ. പിന്നെ സാനിറ്റൈസർ വേണം. പിന്നെ ഒന്നും ചോദിക്കാൻ പാടില്ല. മൊബൈൽ ഫോണ് വീഡിയോ എടുക്കാൻ പാടില്ല. അങ്ങനെ ഓരോരോ മണ്ടൻ നിയമങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. ഇയാൾ മനുഷ്യന്റെ ജനക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുമോ? ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും. നമുക്ക് ഇതിനു മുന്നേ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ഇതിന് മുന്നേയും ഒരുപാട് മുഖ്യമന്ത്രിമാർ ഉണ്ടായിരുന്നു. അവരൊക്കെ ജനങ്ങളോടും വാർത്താക്കാരോടൊക്കെ ചിരിച്ച് സൗഹാർദ്ദ നിലയിലായിരുന്നു അവര് പെരുമാറിയിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴുള്ള മുഖ്യമന്ത്രി എന്താ ചെയ്യണത്? ഒരു നമുക്ക് ചിരിക്കാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട് എന്നാ പറയാ. പക്ഷെ ചിരിക്കാനുള്ള കഴിവ് തന്നിട്ടും ചിരിക്കാൻ തോന്നാത്ത എന്താ അറിയോ? അത് നമ്മളെ കയ്യിലുള്ള, നമ്മുടെ അടുത്തുള്ള തെറ്റാണത്. അതിപ്പോ എന്ത് തെറ്റാന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. അത് നമ്മൾ തന്നെ ഏകദേശമൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പൊ ഈ തെറ്റ് നമ്മൾ ഇനി ആവർത്തിച്ചു കഴിഞ്ഞാല് അത് നമുക്ക് വലിയൊരു എന്താ പറയാ ദുരന്തം തന്നെയായിരിക്കും. വലിയൊരു ദുരന്തമാവും, അത് യാതൊരു സംശയമില്ല. അപ്പോ നിങ്ങള് പിന്നെ ഇനിയിപ്പോ ദുരന്തത്തെ കുറിച്ച് പറയണമെന്നില്ല, നമ്മൾ തന്നെ ദുരന്തം ആക്കുകയാണ്. നമുക്കിപ്പോ ചിന്തിക്കാനുള്ള കഴിവുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, ഇപ്പോഴത്തെ കാലഘട്ടത്തില് നമ്മളിപ്പോ ഒരു വണ്ടി ഒരു വർക്ക്ഷോപ്പ് പോയി, ആ വർക്ക്ഷോപ്പ് പോയിട്ട് അവിടെ പണിയെടുത്തിട്ട് ഏതെങ്കിലും രീതിയിൽ വണ്ടി കംപ്ലൈന്റ് ആയി നമ്മൾ വേറൊരു വർക്ക്ഷോപ്പ് പോയി കഴിഞ്ഞാൽ ആ വർക്ക്ഷോപ്പുകാരൻ എന്താ കരുതറിയോ? ഇപ്പം വേറെ എവിടെ പോയി പണിയെടുത്ത് അപ്പൊ ഇവന് പണി വേറെ രീതിയിൽ ചെയ്ത് കൊടുക്കാം, ഇവന് നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കണ്ട. അതേപോലെ തന്നെ ഡോക്ടറേറ്റ് പോയാലും നമ്മളിപ്പോ നിവർത്തികേടുകൊണ്ടല്ലേ നമ്മൾ പോണത്. നമുക്കിപ്പോ ഈ വർക്ക്ഷോപ്പ് പണിയോ അല്ലെങ്കിൽ നമ്മളിപ്പോ ഡോക്ടറൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മറ്റൊരു ആശ്രയം തേടി പോവില്ല. അപ്പൊ ഇവരെയൊക്കെ വിചാരം എന്താ അറിയോ? എന്ത് വന്നാലും ആദ്യം വേണ്ടത് ഞങ്ങളുടെ അടുത്തൊക്കെ ആയിരുന്നു. അതാണ് അവര് ചിന്തിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്താന്ന് അവര് ചിന്തിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ സർക്കാരിന്റെ കൂടെയുള്ള ആൾക്കാരും. അവർക്ക് സുഖാണ്. ഇനിയിപ്പോ യുദ്ധം വന്നാലും, ഇനിയിപ്പോ ബോംബ് പൊട്ടിയാലും, ഇനിയിപ്പോ ഭൂമി കുലുങ്ങിയാലും അവര് സുരക്ഷിതരാണ്. ഇപ്പൊ ചൂരൽമലയിൽ എന്താ ഉണ്ടായി? ഇപ്പോ രാഹുൽ മാങ്കൂട്ടം ഒരു 2-3 ചോദ്യം ചോദിക്കേണ്ടായി മൂപ്പര് വീഡിയോയിൽ വന്നിട്ട്. എത്ര കോടി രൂപ ഈ സർക്കാർ പിരിച്ചിട്ട് ആ പൈസ എവിടെ? ആ ചൂരൽമലയില് ടൗൺഷിപ്പ് ഉണ്ടാക്കി കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത്. അത് നേരെ UDF-ന്റെ ഭാഗത്തേക്ക് ഇവരിട്ടു. VD സതീശൻ നുണേശനാണ്, നുണ പറയാണ്, നുണ പറഞ്ഞിട്ടാണ് VD സതീശൻ ഇത്രയും ആൾക്കാരെ പറ്റിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ഇങ്ങനെയാണോ ശരിക്കും ഉള്ളൊരു ജനാധിപത്യപരമായിട്ടുള്ള ഇന്ത്യ രാജ്യം? ഒരിക്കലും അല്ല. അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പ് നമ്മൾ തന്നെ തയ്യാറെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇപ്പൊ അതില് നമ്മളിപ്പോ ഒന്നേവരെ ഒരാളെ പറ്റിയിട്ട് നല്ലത് പറയുക, അല്ല മോശം പറയേ, മോശം ചെയ്ത് കണ്ടാൽ മോശം പറയും, നല്ലത് പറഞ്ഞാൽ അല്ലെ നല്ല ചെയ്താൽ നമ്മൾ നല്ലത് തന്നെ പറയും. അതിപ്പോ ആരായാലും അങ്ങനെ തന്നെയല്ലേ? നിങ്ങളായാലും ഞാനായാലും ഏതൊരാളായാലും അത് അങ്ങനെ തന്നെയാണ്. അപ്പോ ഇന്ന് രാവിലെ വൈകുന്നേരമൊക്കെ നല്ല തിരക്കാണ്. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഒരു 3:30-4 മണി തൊട്ടിട്ട് നല്ല തിരക്കായിരുന്നു. ഇപ്പൊ ഏകദേശം ഒരു ചെറിയൊരു എന്താ പറയാ ഒരു മാറ്റം ഉണ്ടെന്ന് പറയാം. ഇനിയിപ്പോ പിന്നെ വൈകുന്നേരത്ത് തിരക്ക് ഏകദേശം ഇങ്ങനെ കൂടും. അപ്പോ നമ്മള് ഇവിടെ ഈ കുടു ബിൽഡിങ്ങിന്റെ അവിടെ ഒരു രസകരമായൊരു കാര്യം കണ്ടു. അപ്പോ ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്നിങ്ങനെ നടക്കും. അപ്പോ അവിടെ ഒരു നോ പാർക്കിങ്ങിന്റെ ഒരു ബോർഡ് ഉണ്ട്. ആ ബോർഡ് ഒരാൾ നേരെ തല തിരിച്ചു വെച്ചിരിക്കുക. അപ്പോൾ അത് ആരുടെ ഐഡിയ ആണെന്ന് എനിക്ക് അറിയില്ല. എന്നിരുന്നാലും അത് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ മോശമാണ്. മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് നേരെ ആ ഡിവൈഡറിന്റെ മുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഏതെങ്കിലും ഒരാള് അതിലൂടെ നടന്നു പോകുമ്പോൾ കൈ വെറുതെ അതിന്മേൽ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ വണ്ടി പാർക്ക് ചെയ്യുകയാണെങ്കിൽ അത് താഴേക്ക് വീണ്, ഇനിയിപ്പോ വാഹനമാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിലോ അത് വീണ് കഴിഞ്ഞാൽ വലിയ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ആ സാധനം. അപ്പൊ അത് അങ്ങനെ ചെയ്തത് വളരെ മോശമായി എന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ. അങ്ങനത്തെ ഒരുപാട് ഈ എന്താ പറയാ ആൾക്കാര് നമ്മുടെ നഗരത്തിലുണ്ട്. അതിപ്പോ എന്താണ്, എപ്പോഴാണ്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നറിയില്ല ചെയ്തത്. അവർക്കൊരു കോമഡി ആവും ശരിക്കും പറഞ്ഞാൽ, പക്ഷെ മറ്റുള്ളവർക്കാണത് ശരിക്കും പ്രശ്നം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ റോഡിൽ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത് സീബ്ര ലൈനിൽ നടന്നു പോണ ആൾക്കാർക്കാണ്. അത് ആണ് നമ്മൾ ഡ്രൈവിങ്ങിലെ ഏറ്റവും വലിയ ഒരു മര്യാദ. അങ്ങനെ എല്ലാവർക്കും ധൃതി ഉണ്ടാവും, ആരും എന്താ പറയാ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ പോണവരാണ്. പക്ഷെ നമ്മൾ അതും കൂടി ഒന്ന് പരിഗണിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.